ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിനും നേതാക്കൾക്കുമെതിരെ 1800 കോടി രൂപയുടെ അഴിമതി ആരോപണവുമായി കോൺഗ്രസ്. കർണാടക മുഖ്യമന്ത്രിയാകാൻ ബി.എസ്. യെദ്യൂരപ്പ 1800 കോടി രൂപ പാർട്ടിക്കും മുതിർന്ന നേതാക്കൾക്കും നൽകിയെന്ന ആരോപണം ലോക്പാൽ അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ആരോപണം ഉന്നയിച്ച ഇംഗ്ലീഷ് മാസിക പുറത്തുവിട്ട ഡയറിയിലെ കൈപ്പടയോ ഒപ്പോ തന്റേതല്ലെന്ന് യെദ്യൂരപ്പ മറുപടി പറഞ്ഞു. കർണാടക മുഖ്യമന്ത്രിയാകാൻ യെദ്യൂരപ്പ കേന്ദ്ര നേതാക്കൾക്കും പാർട്ടിക്കും കോഴ നൽകിയെന്ന റിപ്പോർട്ടിലെ പ്രധാന ആരോപണങ്ങൾ ഇങ്ങനെ: ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിന് നൽകിയത് 1000 കോടി രൂപ, നിതിൻ ഗഡ്കരിക്കും അരുൺ ജെയ്റ്റ്ലിക്കും 150 കോടി വീതം, നിതിൻ ഗഡ്കരിയുടെ മകന്റെ വിവാഹത്തിന് 10 കോടി, രാജ്നാഥ് സിംഗിന് 100 കോടി, അദ്വാനിക്കും മുരളി മനോഹർ ജോഷിക്കും 50 കോടി വീതം, ജഡ്ജിമാർക്കും അഭിഭാഷകർക്കുമായി 500 കോടി രൂപ. ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത യെദ്യൂരപ്പയുടെ ഡയറിയിൽ ഈ കണക്ക് രേഖപ്പെടുത്തിയിരുന്ന പേജും ഇംഗ്ലീഷ് മാസിക പുറത്തുവിട്ടു. പരാജയഭീതി പൂണ്ട കോൺഗ്രസിന്റെ ജൽപ്പനങ്ങൾ മാത്രമാണ് പുറത്തുവരുന്നതെന്നും കൈപ്പടയോ ഒപ്പോ തന്റേതല്ലെന്നുമാണ് യെദ്യൂരപ്പയുടെ മറുപടി. Already enquired and found that documents are fake. Congress leaders who are apt in carrying out all these atrocious and malicious campaigns planted this story in the media to gain political mileage in the coming elections. ആരോപണം ലോക്പാൽ അന്വേഷിക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. फर्स्ट इंडिपेंडेंट इन्वेस्टिगेशन मोदी जी और पूरे भाजपा नेतृत्व के खिलाफ क्यों ऑर्डर नहीं की जा सकती? മല എലിയെ പ്രസവിച്ചതുപോലെയായി കോൺഗ്രസിന്റെ ആരോപണം എന്നായിരുന്നു കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദിന്റെ മറുപടി. Will the Congress party now do its politics only on false, lies and misrepresentation? The net upshot of all this is that Congress party is desperate. And in view of the imminent defeat starking at its face, Congress party has lost its balance. വാർത്ത സത്യമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി നേരിട്ട് ആരോപണം ഉന്നയിക്കാത്തത് എന്നാണ് ബി.ജെ.പി. നേതാക്കളുടെ ചോദ്യം. 2017 മുതൽ ആദായ നികുതി വകുപ്പിന്റെ പക്കലുള്ള ഡയറി വ്യാജമാണെങ്കിൽ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്നാണ് കോൺഗ്രസിന്റെ മറുചോദ്യം. കെ.പി. അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. ബി.ജെ.പിയുടെ രണ്ടാം സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിച്ചേക്കും. പത്തനംതിട്ടയിലെ ചർച്ചകൾ പൂർത്തിയാക്കി പ്രഖ്യാപനം രണ്ടാം പട്ടികയിൽ ഉണ്ടാകുമെന്നാണ് സൂചന. രണ്ടാം പട്ടികയിലെ സ്ഥാനാർത്ഥികൾക്ക് അന്തിമ അനുമതി നൽകാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി വൈകിട്ട് യോഗം ചേരും. വിവരങ്ങളുമായി കെ.പി. അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, പത്തനംതിട്ട ഉൾപ്പെടെ ഉള്ള പ്രഖ്യാപനം ഇന്നുണ്ടാകുമോ? കെ സുരേന്ദ്രന് തന്നെയല്ലേ സാധ്യത? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? രഞ്ജിത്ത്, ബി.ജെ.പിയുടെ രണ്ടാം സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുന്നതിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയുടെ യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ അമിത്ഷാ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഒപ്പം ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണി, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവരും ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. അതിന് പ്രധാന കാരണം ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് സംബന്ധിച്ച അന്തിമ ചർച്ചകൾ കൂടിയാണ് ഇന്ന് നടക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ടയിൽ ആരാകും സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ച ആകാംക്ഷ തന്നെയാണ് ഇപ്പോഴും അവശേഷിക്കുന്നത്. എന്നാൽ സ്ഥാനാർത്ഥി പട്ടിക ഏതാണ്ട് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ പത്തനംതിട്ടയിൽ ആര് മത്സരിക്കുമെന്നത് സംബന്ധിച്ച് തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്നാൽ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു റിപ്പോർട്ട് നമുക്കിപ്പോഴും ചെയ്യാൻ സാധിക്കുന്ന പശ്ചാത്തലമല്ല ഉള്ളത്. കാരണം രണ്ടാമത്തെ പട്ടിക അന്തിമമായ ഒരു രൂപം നൽകിയതിനു ശേഷം മാത്രമായിരിക്കും ഈ പട്ടിക പ്രസിദ്ധീകരിക്കുക. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടായിരുന്നു ജെ.പി. നദ്ദ ആദ്യ പട്ടിക പ്രസിദ്ധീകരിച്ചത്. എങ്കിൽ ഇനിയുള്ള പട്ടികകൾ ഏത് നിലയിലായിരിക്കും ബി.ജെ.പി. പ്രസിദ്ധീകരിക്കുക എന്നത് വ്യക്തമല്ല. ഒരു പക്ഷേ ഡൽഹിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചതാണ്. 13 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളായതോടെ ബി.ജെ.പിയുടെ പ്രചാരണം ഊർജിതമായി. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ചുവരെഴുത്തുകളും പോസ്റ്ററുകളുമായി സ്ഥാനാർത്ഥികൾ കളം നിറഞ്ഞു. പത്തനംതിട്ടയിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി ഉണ്ടാകില്ല എന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. തിരുവനന്തപുരത്തെ ബി.ജെ.പി. സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ പ്രചാരണം തുടങ്ങിയത് വെങ്ങാനൂർ അയ്യങ്കാളി സ്മാരകത്തിൽ നിന്നായിരുന്നു. ആദ്യ യോഗസ്ഥലത്തേക്കുള്ള യാത്ര ന്യൂസ് 18-നൊപ്പം. ശബരിമല മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയം തന്നെ. വികസനം ഒരു വിഷയമാണ്, വിശ്വാസ സ്വാതന്ത്ര്യം മറ്റൊരു വിഷയമാണ്, അതോടൊപ്പം തന്നെ നാടിന്റെ സുരക്ഷ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പാലക്കാട്ടെ ബി.ജെ.പി. സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പ്രചാരണം തുടങ്ങിയത് പട്ടാമ്പിയിൽ. മറ്റുള്ള രണ്ട് മുന്നണികളെക്കാട്ടും പ്രചരണത്തില് ഞങ്ങൾ ഒരുപടി മുന്നിലാണ്. കണ്ണൂരിൽ ബി.ജെ.പി. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടെയായിരുന്നു സി കെ പത്മനാഭന്റെ പ്രചാരണ തുടക്കം.
CPM-ന്റെ കോലീബി ആരോപണം പറഞ്ഞു പഴകിയതെന്ന് മറുപടി. ആ ആരോപണം കഴിഞ്ഞ എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ കേട്ട് തഴമ്പിച്ച ജനങ്ങൾ തള്ളിക്കളഞ്ഞ പരിഹാസ്യമായ ഒരു ആരോപണമാണ്. ആറ്റിങ്ങലിലെ BJP സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ വർക്കല ശിവഗിരി മഠത്തിൽ നിന്നാണ് പ്രചാരണം തുടങ്ങിയത്. അല്പം കാത്തിരിക്കേണ്ടി വന്നെങ്കിലും മികച്ച സ്ഥാനാർത്ഥികളാണ് രംഗത്തിറങ്ങിയിരിക്കുന്നതെന്ന ആത്മവിശ്വാസം BJPക്കുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. SNDP ഭാരവാഹിത്വം രാജിവെച്ചു വേണം തുഷാർ മത്സരിക്കാനെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശൻ. തുഷാർ ജയിക്കുമോ തോൽക്കുമോ എന്ന് ഇപ്പോൾ പറയാനാകില്ല. ശബരിമല വിഷയം ഇടതുമുന്നണിക്കാണ് ഗുണം ചെയ്യുകയെന്നും വെള്ളാപ്പള്ളി ന്യൂസ് 18നോട് പറഞ്ഞു. രാജിവെക്കണം. പക്ഷെ അയാൾ പറഞ്ഞല്ലോ, അതിന് തർക്കിക്കണ്ടാരും. ഞാൻ SNDP യോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണെന്ന് അയാൾ പ്രസ്താവിച്ചു കഴിഞ്ഞല്ലോ. അച്ഛനും മകനും രാഷ്ട്രീയത്തിലില്ല. തൃശൂരിൽ ഈഴവ സമുദായത്തിന്റെ പിന്തുണ തുഷാറിന് ലഭിക്കും. ഇത്തവണ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും പ്രചാരണത്തിന് ഇറങ്ങില്ല. ഞാൻ ആർക്കും വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങില്ല. ഇത്തവണ SNDP യോഗം ശരിദൂരത്തിലാണ്. TN പ്രതാപന് ഇക്കുറി സാധ്യതയില്ല എന്നും വെള്ളാപ്പള്ളി. പ്രതാപന് സാധ്യത വളരെ കുറവാണ്. കാരണം പ്രതാപന് പൊതുവെ പറഞ്ഞാൽ ഒരുപാട് പ്രതാപം കാണിച്ച് ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ്. ശബരിമല വിഷയത്തിൽ BJPക്ക് കുറച്ച് വോട്ട് കൂടും. എന്നാൽ ഇത് ഇടതിന് നേട്ടമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചാൽ അല്പം കൂടി മെച്ചമായ കുറച്ചുപേരെ കൂടെ അവർക്ക് ജയിപ്പിച്ചാൽ എടുക്കാം. ആലപ്പുഴയിൽ ആരിഫ് തോറ്റാൽ തല മൊട്ടയടിക്കുമോ എന്ന ചോദ്യത്തിനും വെള്ളാപ്പള്ളിക്ക് കൃത്യമായ മറുപടിയുണ്ട്. അന്ന് പറഞ്ഞ സാഹചര്യത്തിൽ നിന്ന് മൊട്ടയടിക്കാനുള്ള ഒരു വെല്ലുവിളി ഞാൻ നടത്തിയപ്പോൾ എൻ്റെ വെല്ലുവിളി മറ്റൊരാൾ സ്വീകരിച്ചില്ല. പിന്നെ അതിനെ ഞാൻ മൊട്ടയടിക്കണത്. CN പ്രകാശ്, ന്യൂസ് 18, ആലപ്പുഴ. DGP ജേക്കബ് തോമസ് സ്വയം വിരമിക്കലിനുള്ള അപേക്ഷ നൽകി. ചീഫ് സെക്രട്ടറിക്കും കേന്ദ്ര സർക്കാരിനുമാണ് അപേക്ഷ നൽകിയത്. 33 വർഷത്തെ സേവനത്തിനു ശേഷമാണ് ജേക്കബ് തോമസ് വിരമിക്കുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനാണ് രാജി. ജേക്കബ് തോമസ് ചാലക്കുടിയിൽ 2020 സ്ഥാനാർത്ഥിയായി മത്സരിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. 1985 ബാച്ച് IPS ഉദ്യോഗസ്ഥനായ അദ്ദേഹം വിജിലൻസ് ഡയറക്ടർ പദവിയടക്കം നിരവധി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഓഖി വിഷയത്തിൽ സർക്കാരിനെ വിമർശിച്ചതിനും അനുമതിയില്ലാതെ പുസ്തകം എഴുതിയതിനും 1.5 വർഷമായി അദ്ദേഹം സസ്പെൻഷനിലാണ്. തെരഞ്ഞെടുപ്പിൽ കോലീബി സഖ്യം എന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ ആരോപണം തള്ളി കോൺഗ്രസും BJPയും. കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ദേശീയതലത്തിൽ CPM BJP ധാരണയാണുള്ളതെന്ന് ചെന്നിത്തല കുറ്റപ്പെടുത്തി. വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലടക്കം കോൺഗ്രസിന് വോട്ടുമറിച്ച പാരമ്പര്യമാണ് CPMന് ഉള്ളത് എന്നും കുമ്മനം രാജശേഖരൻ ആരോപിച്ചു. കൊല്ലം, വടകരടക്കമുള്ള സീറ്റുകളിൽ CPMനെ പരാജയപ്പെടുത്താൻ കോലീബി സഖ്യം പ്രവർത്തിക്കുന്നു എന്നായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ ആരോപണം. കൊല്ലത്ത് പ്രേമചന്ദ്രനു വേണ്ടി BJP ദുർബല സ്ഥാനാർത്ഥിയാക്കിയെന്നും LDF കേന്ദ്രങ്ങൾ ആരോപിക്കുന്നു. എന്നാൽ തോൽവി മുന്നിൽ കണ്ടുള്ള CPM തന്ത്രമായാണ് കോൺഗ്രസും BJPയും ഈ നീക്കത്തെ കാണുന്നത്. ശത്രുവിന്റെ ശത്രു മിത്രം എന്ന നിലയിൽ കോൺഗ്രസിന് ദേശീയ തലത്തിൽ വോട്ട് കുറയ്ക്കുക എന്ന BJPയുടെ തന്ത്രം കേരളത്തിൽ നടപ്പാക്കാൻ CPM സഹായിക്കുകയാണ്. ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ജനങ്ങൾ തിരിച്ചറിയും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ K മുരളീധരനായി CPM വോട്ട് മറിച്ചെന്നായിരുന്നു കുമ്മനത്തിന്റെ മറുപടി. 3ാം സ്ഥാനത്തേക്ക് CPM പോയത് എന്തുകൊണ്ടാണ്? CPMന്റെ വോട്ടുകൾ K മുരളീധരന് മറിച്ചു കൊടുത്തുകൊണ്ടാണ്. മറിച്ചു കൊടുത്തതിന്റെ പേരിൽ അച്ചടക്ക നടപടിയെ നേരിടേണ്ടി വന്നില്ലേ സീമയ്ക്ക്? CPMും BJPയും ഒറ്റക്കെട്ടായാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ജയിച്ചു വന്നാൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി CPM ആരുടെ പേര് പറയുമെന്നും കുമ്മനത്തിന്റെ വെല്ലുവിളി. നിങ്ങൾ ലോക്സഭയിൽ പോകുമെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആർക്കു വേണ്ടിയാണ് കൈപൊക്കാൻ പോകുന്നത്? പറയട്ടെ. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ചോദ്യത്തിന് കുമ്മനത്തിന്റെ മറുപടി ഇങ്ങനെ. ആഗ്രഹിക്കേണ്ട കാര്യം അവിടെ മുരളീധരൻ തോറ്റുപോകുന്നുള്ള കാര്യത്തിൽ സംശയം എന്താ? ന്യൂസ് 18, തിരുവനന്തപുരം. കോൺഗ്രസിനെയും BJPയെയും രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രണ്ടു പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസം പേരിൽ മാത്രമാണെന്ന് പിണറായി ആരോപിച്ചു. രാജ്യത്തിന് ബദൽ നയമാണ് വേണ്ടത് എന്നും PK ശ്രീമതിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മളൊരു പ്രതിനിധിയെ തിരഞ്ഞെടുത്ത് അയച്ചു. പിന്നെ ഉറക്കില്ലാത്ത അവസ്ഥ നമുക്കുണ്ടാകരുത്. നമുക്ക് ശാന്തമായി ഉറങ്ങാൻ പറ്റണം. ഈ വോട്ട് ചെയ്ത വോട്ടർക്ക് ഞാൻ അർപ്പിച്ച വിശ്വാസം ഇയാൾ നഷ്ടപ്പെടുത്തി കളിയോ എന്ന് ചിന്തിച്ച് വിഷമിക്കാനുള്ള വരുന്നത്. അത്ര വിശ്വസ്തരായവരെ മാത്രമേ പാർലമെന്റിലേക്ക് അയക്കേണ്ടത്. NSS ഇടതുമുന്നണിയുടെ ശത്രുവല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFും NDAയും വർഗീയ ശക്തികളെ ആശ്രയിക്കുകയാണ്. കൊല്ലം, കോഴിക്കോട്, വടകര തുടങ്ങിയ മണ്ഡലങ്ങളിൽ BJP ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തിയത് കോൺഗ്രസിനെ സഹായിക്കാനാണ്. ശബരിമല വിഷയം കാരണം ഇടതുപക്ഷത്തിന് വോട്ട് കൂടും. RSSന്റെയും SDPAയുടെയും വോട്ട് വേണ്ട എന്ന് മുല്ലപ്പള്ളി പറയുമോ എന്നും കോടിയേരി ആലപ്പുഴയിൽ ചോദിച്ചു. നടത്തുന്ന ഈ നീക്കം കേരളത്തിൻ്റെ മതനിരപേക്ഷത അടിത്തറ തകർക്കുന്ന സ്ഥിതിവിശേഷം സൃഷ്ടിക്കാനാണ് അവർ ശ്രമിക്കുന്നത്.
തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം പേരാമ്പ്ര CKG ഗവൺമെന്റ് കോളേജിലെത്തിയ UDF സ്ഥാനാർത്ഥി കെ മുരളീധരനെ SFI പ്രവർത്തകർ തടഞ്ഞു. കോളേജിലേക്ക് പ്രവേശിക്കുന്നതിനിടെ SFI പ്രവർത്തകർ ഗേറ്റ് അടയ്ക്കുകയായിരുന്നു. തുടർന്ന് SFI KSU പ്രവർത്തകർ ചേരിതിരിഞ്ഞ മുദ്രാവാക്യം വിളിച്ചു. സംഘർഷാവസ്ഥ ഉടലെടുത്തതോടെ മുരളീധരൻ തിരിച്ചുപോയി. വടകരയിൽ RMPയെ കോൺഗ്രസ് ഉപകരണമാക്കി മാറ്റിയെന്ന് LDF സ്ഥാനാർത്ഥി P. ജയരാജൻ. BJPയിലേക്കുള്ള പാലമായിട്ടാണ് കോൺഗ്രസ് RMPയെ ഉപയോഗപ്പെടുത്തുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് രാഷ്ട്രീയ കേസുകളിൽ ജാമ്യമെടുക്കാൻ എറണാകുളത്തെ കോടതിയിലെത്തിയപ്പോൾ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. RSS BJPയിലേക്കുള്ളൊരു പാലം സൃഷ്ടിക്കാൻ കോൺഗ്രസിൻ്റെ വാലായി മാറിക്കഴിഞ്ഞിട്ടുള്ള ഈ RMP എന്ന ചെറിയൊരു സംഘടനയെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കോഴിക്കോട് ഗ്രൂപ്പ് യോഗം ചേർന്ന സംഭവം കോൺഗ്രസ് അന്വേഷിക്കുമെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അച്ചടക്കലംഘനം ബോധ്യപ്പെട്ടാൽ നടപടിയുണ്ടാകും. KPCC ഈ വിഷയം ഗൗരവത്തോടെ കാണുമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കർശനമായ നടപടികൾ സ്വീകരിക്കും. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അച്ചടക്കം ലംഘിച്ചുകൊണ്ട് ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ബീഹാറിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കി RJDയുടെ നേതൃത്വത്തിലുള്ള മഹാസഖ്യം. സംസ്ഥാനത്തെ 40 മണ്ഡലങ്ങളിൽ RJD 20ഉം കോൺഗ്രസ് 9 സീറ്റുകളിൽ മത്സരിക്കും. മുൻ മുഖ്യമന്ത്രി ജിതൻ റാം മാഞ്ചിയുടെ HAMന് 3ഉം RLSPക്ക് 5 സീറ്റുകളും അനുവദിച്ചു. RJDയുടെ 9 സീറ്റുകളിൽ നിന്ന് 1 സീറ്റ് CPIക്ക് നൽകും. ലോക് താന്ത്രിക് ജനതാദൾ നേതാവ് ശരത് യാദവ് RJD ചിഹ്നത്തിൽ മത്സരിക്കും. സിനിമാ താരം പ്രകാശ് രാജ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക്. ബംഗളൂരു സെൻട്രൽ മണ്ഡലത്തിൽ പ്രകാശ് രാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കടുത്ത മോദി വിരുദ്ധ നിലപാടുകാരനായ പ്രകാശ് രാജ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് പത്രിക നൽകിയത്. വില്ലനായും സ്വഭാവ നടനായും പ്രേക്ഷക മനസ്സുകളെ കീഴടക്കിയ പ്രകാശ് രാജ് പുതിയ റോളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗളൂരു സെൻട്രലിൽ BJPയുടെ സിറ്റിംഗ് MP PC മോഹനെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പത്രിക സമർപ്പിച്ചു. കടുത്ത മോദി വിരുദ്ധ നിലപാടുകാരനാണെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണ തേടില്ലെന്ന് പ്രകാശ് രാജ് വ്യക്തമാക്കി. BJP മാത്രമല്ല കോൺഗ്രസും ജനങ്ങളെ വഞ്ചിച്ചതായും അതുകൊണ്ടാണ് സ്വതന്ത്രനായി മത്സരിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. We need our representatives. People don't select a prime minister. The elected representatives select a prime minister. Why is this whole thing? Stop this drama. Stop this business of politics. ആം ആദ്മി പാർട്ടി പ്രകാശ് രാജിനെ പിന്തുണ പ്രഖ്യാപിച്ചു. JDSുമായി ഉണ്ടാക്കിയ സഖ്യമനുസരിച്ച് കോൺഗ്രസിനാണ് ബംഗളൂരു സെൻട്രൽ മണ്ഡലം. അനുമതിയില്ലാതെ മൈക്ക് ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയതിന് കഴിഞ്ഞ ആഴ്ച പ്രകാശ് രാജിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രകാശ് രാജ് മത്സരിക്കാനിറങ്ങിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരെ സംസ്ഥാന വ്യാപകമായി പ്രകാശ് രാജ് പ്രചരണം നടത്തിയിരുന്നു. ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് 18. പുൽവാമ പോലെയുള്ള സംഭവങ്ങൾ ഏതു സമയത്തും നടക്കുന്നതാണ് എന്ന് കോൺഗ്രസ് സഹയാത്രികനായ സാം പിട്രോഡ. പുൽവാമ സംഭവത്തിന്റെ പേരിൽ പാകിസ്ഥാനെ ആക്രമിക്കേണ്ട കാര്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പ്രസ്താവന BJP വൻ രാഷ്ട്രീയ വിവാദമാക്കി. ഏതൊരു പൗരനുമുള്ള സംശയങ്ങൾ മാത്രമാണ് താൻ ഉന്നയിച്ചത് എന്ന് സാം പിട്രോഡ ആവർത്തിച്ചു. കുറച്ചു ഭീകരരെ മാത്രം വച്ച് ഒരു രാജ്യത്തെ വിലയിരുത്തരുത്. എല്ലാ ഭീകരാക്രമണത്തിനും പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. ആക്രമണമല്ല, പാകിസ്ഥാനുമായി ചർച്ചയാണ് വേണ്ടത്. ഇങ്ങനെ പോയി സാം പിട്രോഡയുടെ വാദങ്ങൾ. Attack happened during what was this Mumbai Taj Hotel and Oberoi Hotel. We could have then reacted and just send our planes, but that's not the right approach according to me. That's not how you deal with world. Because 8 people come and do something, you don't jump on the entire nation. It doesn't work that way. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ അധ്യക്ഷനും രാഹുലിന്റെ വിശ്വസ്തനുമായ സാം പിട്രോഡയുടെ പരാമർശങ്ങൾ BJP വൻ രാഷ്ട്രീയ വിവാദമാക്കി. പാകിസ്ഥാനു വേണ്ടി കോൺഗ്രസ് സംസാരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി. BJPയുടെ ദേശീയ നേതാക്കൾ ഒന്നടങ്കം പ്രസ്താവനയ്ക്കെതിരെ രംഗത്തെത്തി. Exposure of Congress party in the company of terrorist patrons was there to sidetrack that this whole issue has been raised. തെരഞ്ഞെടുപ്പ് കാലത്ത് അനാവശ്യ വിവാദമുണ്ടാക്കിയതിന് സാം പിട്രോഡയെ രാഹുൽ ഗാന്ധി ശാസിച്ചതായാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ സജ്ജാദ് ഖാൻ ഡൽഹിയിൽ അറസ്റ്റിൽ. ഡൽഹി പോലീസിന്റെ പ്രത്യേക സംഘമാണ് ചെങ്കോട്ടയുടെ പരിസരത്ത് നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തത്. പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ മുദ്ദസിർ അഹമ്മദ് ഖാന്റെ കൂട്ടാളിയാണ് സജ്ജാദ് ഖാൻ എന്ന് പോലീസ് പറഞ്ഞു. മുദ്ദസിർ അഹമ്മദ് ഖാനെ സുരക്ഷാ സേന വധിച്ചിരുന്നു. ഇതിനിടെ ജമ്മു കശ്മീരിലെ ഷോപ്പിയാനിൽ ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടി ഒരു ഭീകരനെ വെടിവെച്ചു കൊന്നു. വീടിനുള്ളിൽ ഒളിച്ചിരുന്ന ഭീകരരെ പുലർച്ചെ 4:30 സുരക്ഷാ സേന വളയുകയായിരുന്നു.
പെരിയ ഇരട്ടക്കൊലപാതകം വ്യക്തിവൈരാഗ്യം മൂലമെന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്. കൊലപാതകത്തിൽ മുൻ MLA KV കുഞ്ഞിരാമന്റെയോ CPM ജില്ലാ നേതാക്കളുടെയോ പങ്ക് കണ്ടെത്താൻ സാധിച്ചില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. കേസ് CBI അന്വേഷിക്കണമെന്നും യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണമെന്നും KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ വൈരാഗ്യം മൂലമാണ് കൊലപാതകമെന്ന പോലീസിന്റെ പ്രഥമ വിവര റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ഇല്ലാതെയാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്. പെരിയ ഇരട്ടക്കൊലപാതകം തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമായി UDF ഉന്നയിക്കുന്നതിനിടെയാണ് ക്രൈംബ്രാഞ്ച് മറിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിച്ചത്. ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കൊലപാതകം കൊട്ടേഷൻ സംഘം നടത്തിയതല്ലെന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക കണ്ടെത്തൽ. മുൻ MLA KV കുഞ്ഞിരാമന്റെയോ CPM ജില്ലാ നേതാക്കളുടെയോ പങ്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കേസ് CBIക്ക് കൈമാറണമെന്നും യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണമെന്നും KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു. വിശ്വാസ്യത അവകാശപ്പെടാൻ സാധിക്കുന്ന CBI തന്നെ ഇത് അന്വേഷിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടുള്ളത്. ആ അന്വേഷണം ഞാൻ വീണ്ടും ഇവിടെ വെച്ച് ആവർത്തിക്കുകയാണ്. ആ അന്വേഷണത്തിൽ കുറഞ്ഞ ഒന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വീകാര്യമല്ല. ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരനെ ശരത് ലാൽ മർദ്ദിച്ചതാണ് കൊലപാതകത്തിന് കാരണമായതെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. കൃപേഷിനെ കൊലപ്പെടുത്താൻ കൊലയാളി സംഘത്തിന് ഉദ്ദേശമുണ്ടായിരുന്നില്ല. എന്നാൽ ശരത് ലാലിനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന കൃപേഷും ആക്രമിക്കപ്പെട്ടു. 9 അംഗ സംഘമാണ് കൊല നടത്തിയത്. ക്രൂരമായി വെട്ടിയത് അനിൽ, സുരേഷ് എന്നീ CPM പ്രവർത്തകരാണ്. ക്രൈംബ്രാഞ്ച് IG S ശ്രീജിത്തിന്റെ മേൽനോട്ടത്തിൽ കോട്ടയം ക്രൈംബ്രാഞ്ച് SP സാബു മാത്യുവാണ് അന്വേഷണം നടത്തിയത്. വിദേശത്തുള്ള IG ശ്രീജിത്ത് മടങ്ങിയെത്തിയ ശേഷം DGPക്ക് റിപ്പോർട്ട് കൈമാറും. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ പീഡനത്തിനിരയായെന്ന് പരാതി നൽകിയ യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. പാലക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് നൽകിയ രഹസ്യമൊഴിയിൽ യുവതി പോലീസിന് നൽകിയ മൊഴി ആവർത്തിച്ചതായാണ് സൂചന. സംഭവം പാർട്ടി അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. യുവതി ചികിത്സയിലുള്ള ആശുപത്രിയിലെത്തിയാണ് മജിസ്ട്രേറ്റ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. 2018 ജൂണിൽ ചെർപ്പുളശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് യുവാവിന്റെ പീഡനത്തിനിരയായി എന്ന പരാതി യുവതി ആവർത്തിച്ചതായാണ് സൂചന. സംഭവത്തിൽ യുവാവിനെതിരെ കേസെടുത്തിരുന്നുവെങ്കിലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിരുന്നില്ല. രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ വസ്തുതാ പരിശോധന നടത്തിയ ശേഷം യുവാവിനെ അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ഉടനുണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു. യുവതി പോലീസിന് നൽകിയ മൊഴിയിൽ വൈരുദ്ധ്യം തോന്നിയതിനെ തുടർന്നാണ് രഹസ്യമൊഴി രേഖപ്പെടുത്താൻ തീരുമാനിച്ചത്. 2018 കോളേജ് മാഗസിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നതായും ഇതിൽ സഹായിച്ച യുവാവാണ് പീഡിപ്പിച്ചതെന്നുമാണ് യുവതിയുടെ മൊഴി. സംഭവത്തിന് പാർട്ടിയുമായി ബന്ധമില്ലെന്ന നിലപാടിലാണ് CPM നേതാക്കൾ. വിഷയം പാർട്ടി അന്വേഷിക്കേണ്ട കാര്യമില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇത് പാർട്ടി അന്വേഷിക്കേണ്ടതല്ല. പാർട്ടി മെമ്പർമാരോ പാർട്ടിയായി ബന്ധപ്പെട്ടവരോ അല്ല. നാട്ടിൽ പാർട്ടി ഓഫീസിൽ അങ്ങോട്ട് സംഭവം നടന്നിട്ടില്ല എന്ന് അവിടെ വ്യക്തമാക്കപ്പെട്ടു. പരാതി പോലീസ് അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നും കോടിയേരി വ്യക്തമാക്കി. ന്യൂസ് 18 പാലക്കാട്. ഓച്ചിറയിൽ 13 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതിക്കായി പോലീസിന് ലുക്കൌട്ട് നോട്ടീസ്. കരുനാഗപ്പള്ളി ACPക്കാണ് ഇപ്പോൾ അന്വേഷണ ചുമതല. അന്വേഷണം രാജസ്ഥാനിലേക്കും നീളുകയാണ്. പോലീസിന്റെ ഭാഗത്ത് അനാസ്ഥയുണ്ടെന്ന് ആരോപിച്ച് കോൺഗ്രസ് സമരം തുടങ്ങി. കേസിലെ പ്രധാന പ്രതി റോഷനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തട്ടിക്കൊണ്ടുപോകപ്പെട്ട രാജസ്ഥാൻ സ്വദേശിയായ 13കാരിയെക്കുറിച്ചും വിവരമില്ല. ഈ സാഹചര്യത്തിലാണ് പ്രധാന പ്രതിക്ക് വേണ്ടി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. ബൈക്ക് വിറ്റ് നേടിയ 60,000-ഓളം രൂപ റോഷന്റെ കയ്യിലുണ്ട്. ഇതുപയോഗിച്ചാണ് അടിക്കടി സ്ഥലം മാറുന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. സംഭവത്തെ കോൺഗ്രസും BJPയും രാഷ്ട്രീയ ആയുധം ആക്കിയതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു. തുടർന്നാണ് അന്വേഷണ ചുമതല കരുനാഗപ്പള്ളി ACPക്ക് നൽകിയത്. വനിതാ പോലീസുകാർ അടങ്ങുന്ന സംഘം ഇന്ന് ബംഗളൂരുവിലെത്തും. പോലീസിന് വീഴ്ചയുണ്ടായതായി ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നു. ഇതിനകത്ത് ഭരണകക്ഷിയുടെ വലിയ സ്വാധീനം ഇതിനകത്തുണ്ട്, സർക്കാരിന്റെ സഹായമുണ്ട്. അതുകൊണ്ടാണ് ഈ കേസ് വേണ്ട രീതിയിൽ തെളിയാതിരിക്കുന്നത്. ഈ പെൺകുട്ടി 5 ദിവസമായി കാണാതായിട്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് കേരള പോലീസ് ഇതിന് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പെൺകുട്ടിയുടെ വീടിന് മുന്നിൽ കൊല്ലം DCC പ്രതിഷേധ ഉപവാസം തുടങ്ങി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിലാണ് സമരം. ന്യൂസ് 18 കൊല്ലം. വിവാദ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിൽ മൂന്നാർ ഗ്രാമപഞ്ചായത്തിനെതിരെ ആഞ്ഞടിച്ച് ഹൈക്കോടതി. കോടതി വിധി മറികടന്ന് നിർമ്മാണം നടത്തിയ പഞ്ചായത്തിനെതിരെ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്ന് സർക്കാരിനോട് കോടതി ചോദിച്ചു. പഞ്ചായത്തിന്റെ നിർമ്മാണ പ്രവർത്തനം അനധികൃതമാണ് എന്നും സർക്കാർ റിപ്പോർട്ട് നൽകി. വിവാദ ഷോപ്പിംഗ് കോംപ്ലക്സിന് റവന്യൂ വകുപ്പ് നൽകിയ സ്റ്റോപ്പ് മെമ്മോ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് നൽകിയ ഹർജി പരിഗണിക്കവെയാണ് പഞ്ചായത്തിനെതിരെ ഹൈക്കോടതി ആഞ്ഞടിച്ചത്. മുതിരപ്പുഴയാറിന്റെ വശങ്ങളിൽ നിർമ്മാണത്തിനുള്ള വിലക്കും NOC നിർബന്ധമാക്കിയുള്ള ഡിവിഷൻ ബെഞ്ച് ഉത്തരവും പഞ്ചായത്തിന് അറിയില്ലേ എന്ന് കോടതി ചോദിച്ചു. തദ്ദേശഭരണ സ്ഥാപനം തന്നെ ഇത്തരത്തിൽ നിയമലംഘനം നടത്തിയാൽ മറ്റുള്ളവർ എങ്ങനെ നിയമം അനുസരിക്കും? ഗുരുതരമായ നിയമലംഘനം നടത്തിയ പഞ്ചായത്തിനെതിരെ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടെന്നും കോടതി ചോദിച്ചു. അതേസമയം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം അനധികൃതമാണെന്ന് സർക്കാർ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു.
കണ്ണൻദേവൻ കമ്പനി ഭൂമി വിട്ടു നൽകിയത് പാർക്കിംഗ് ആവശ്യത്തിന് മാത്രമാണ്. പഞ്ചായത്ത് നടത്തിയത് ഗുരുതരമായ നിയമലംഘനമാണ്. സ്റ്റോപ്പ് മെമ്മോ നൽകിയ ശേഷമാണ് NOCക്ക് പഞ്ചായത്ത് അപേക്ഷ നൽകിയത്. കോടതി ചെലവടക്കം ഈടാക്കി പഞ്ചായത്തിന്റെ ഹർജി തള്ളണമെന്ന് ദേവികുളം സബ് കളക്ടർ രേണുരാജ് കോടതിയിൽ ആവശ്യപ്പെട്ടു. കേസ് അടുത്തയാഴ്ച വീണ്ടും പരിഗണിക്കും. ന്യൂസ് 18 കൊച്ചി. മുനമ്പം മനുഷ്യക്കടത്ത് ദേശീയ ഏജൻസികൾ അന്വേഷിക്കേണ്ടതാണ് എന്ന് ഹൈക്കോടതി. നടന്നത് മനുഷ്യക്കടത്താണെന്ന് പ്രഥമ ദൃഷ്ട്യാ വ്യക്തമാണ്. പോലീസ് അന്വേഷണം പരിതാപകരമാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. കേസിൽ അറസ്റ്റിലായ 3 പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടയിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. 100ഓളം ആളുകൾ വിദേശത്തേക്ക് കടന്നതായി വ്യക്തമാണ്. രാജ്യത്തിനെതിരായി യുദ്ധം ചെയ്യൽ, അവയവ കച്ചവടം തുടങ്ങി ഏതുതരം കാര്യങ്ങളിലേക്കാവും ഇവർ നീങ്ങിയിരിക്കുകയെന്ന് ഉറപ്പില്ല. പുറത്തേക്ക് കടന്നവരിൽ നിന്നും പണം കൈപ്പറ്റിയതായും വ്യക്തമാണ്. ഈ സാഹചര്യത്തിൽ ദേശീയ ഏജൻസികൾ അന്വേഷിക്കേണ്ട വിഷയമാണിതെന്നും കോടതി വ്യക്തമാക്കി. ബന്ധുക്കളുമായി ഫോണിൽ സംസാരിക്കാൻ പോലും പുറത്തേക്ക് പോയവർക്ക് കഴിഞ്ഞിട്ടില്ല. 2013 പോയവരുടെ വിവരങ്ങളും ലഭിച്ചിട്ടില്ല. പ്രഥമ ദൃഷ്ട്യാ മനുഷ്യക്കടത്ത് വ്യക്തമായ സാഹചര്യത്തിൽ മനുഷ്യക്കടത്തിന്റെ വകുപ്പുകൾ ഉൾപ്പെടുത്തേണ്ടതല്ലേ എന്നും കോടതി ചോദിച്ചു. അന്വേഷണം മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്നതായി പോലീസ് കോടതിയെ അറിയിച്ചു. കയറ്റി അയക്കപ്പെട്ടവർ എവിടേക്കാണ് പോയതെന്ന് മനസ്സിലാക്കിയതായി പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കി. മുദ്രവെച്ച കവറിൽ അക്കാര്യങ്ങൾ കോടതിയെ അറിയിച്ചു. ആവശ്യമെങ്കിൽ ഉദ്യോഗസ്ഥർ വിദേശത്ത് പോയി അന്വേഷണം നടത്തും. ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയ ശേഷം മനുഷ്യക്കടത്തിനുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തുമെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. തലസ്ഥാനത്ത് വൻ മയക്കുമരുന്ന് വേട്ട. 13 കോടി രൂപയുടെ ഹാഷിഷ് ഷോയിൽ പിടികൂടി 5 പേരെ അറസ്റ്റ് ചെയ്തു. 6 മാസത്തിനിടെ 45 കോടിയുടെ ഹാഷിഷ് ഷോയിലാണ് തിരുവനന്തപുരം സർക്കിളിൽ മാത്രം പിടികൂടിയത്. എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലായിരുന്നു തലസ്ഥാനത്തെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ട. ആക്കുളം കേന്ദ്രീയ വിദ്യാലയത്തിന് സമീപത്തു നിന്നാണ് കാറിന്റെ ഡോർ പാനലിൽ ഒളിപ്പിച്ച നിലയിൽ 13 കിലോ ഹാഷിഷ് ഓയിൽ പിടികൂടിയത്. ഇടുക്കി സ്വദേശികളായ അനിൽകുമാർ, ബാബു, തിരുവനന്തപുരത്തുകാരായ ഷാജൻ ഷെഫീഖ്, ആന്ധ്ര സ്വദേശി റാംബാബു എന്നിവരാണ് അറസ്റ്റിലായത്. മോഡസ് ഓപ്പറണ്ടി അത് നേരത്തെ ഉണ്ടായിരുന്ന കേസുകൾ പോലെ ആന്ധ്രാപ്രദേശിൽ നിന്ന് സാധനങ്ങൾ ജീപ്പ് വഴി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവരിക, തമിഴ്നാട്ടിൽ നിന്ന് ഇടുക്കിയിലേക്ക് കൊണ്ടുവരിക, ഇടുക്കിയിൽ നിന്ന് തിരുവനന്തപുരമിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഈ പ്രാവശ്യം അവർക്ക് സംഭവിച്ചത് ഡിണ്ടിഗലിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനം ജീപ്പ് ഇവിടെ കേടായിപ്പോയി. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തേക്കുള്ള ലഹരികടത്ത് തടയാൻ പ്രത്യേക പരിശോധന ആരംഭിച്ചെന്ന് എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് പറഞ്ഞു. അതിർത്തി മേഖലകൾ സന്ദർശിക്കുകയും അതിർത്തി സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യും. ന്യൂസ് 18 തിരുവനന്തപുരം. ഹരിയാനയിലെ ഹിസാറിൽ കുഴൽക്കിണറിൽ വീണ 1.5 വയസ്സുകാരനെ 2 ദിവസത്തെ രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ രക്ഷപ്പെടുത്തി. ദേശീയ ദുരന്ത നിവാരണ സേനയും സൈന്യവും ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനത്തിലാണ് കുട്ടിയെ രക്ഷിക്കാനായത്. 50 അടി താഴ്ചയിലാണ് കുട്ടി കുടുങ്ങിയിരുന്നത്. ന്യൂസ് 18 പൂർണ്ണമാവുകയാണ്. ഇനി ഉറക്കെ ഉച്ചത്തിൽ എന്ന പരിപാടി കാണാം. നമസ്കാരം.